Dear students, ഇന്ന് നമ്മൾ പഠിക്കുക ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇത് കുറേ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പഠിച്ച ടോപ്പിക്സ് അത്രയും കുറച്ച് സ്പീഡിൽ പോവുകയാണ്. ബയോടെക്നോളജി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സബ്സ്റ്റൻസസ് or recombinant proteins with the help of living organisms or genetically modified organisms. So with the help of genetically modified organisms എന്ന് പറഞ്ഞാൽ the organisms whose genes have been alterated by manipulation. അപ്പോൾ ജീൻസ് ഓൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീൻസ് പുതുതായിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്യുക, റിപ്പയർ ചെയ്യുക തുടങ്ങിയ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ജീനുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീനുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഓർഗാനിസം, അതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അവയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബയോടെക്നോളജി. ഇപ്പം ബയോടെക്നോളജിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ, അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ നെസസറി ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഈ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമുക്ക് നോക്കാം ബയോടെക്നോളജിയുടെ വിവിധ യൂസസ്. തെറാപ്യൂട്ടിക്സ്, രോഗ ചികിത്സാ രംഗത്ത്, ഡയഗ്നോസിസ്, രോഗനിർണയ രംഗത്ത്, അതുപോലെ അഗ്രികൾച്ചർ ഫീൽഡിൽ GM ക്രോപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈൽഡ് വർദ്ധിപ്പിക്കുക, സ്ട്രെസ് ടോളറൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ടിന്നുകളിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്രോസസ്ഡ് ഫുഡ് കിട്ടും. അപ്പോൾ പ്രോസസ്ഡ് ഫുഡ് ഉണ്ടാക്കുക, ബയോ റെമഡിയേഷൻ, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയവയിലേക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ബയോടെക്നോളജി വഴി സാധിച്ചിട്ടുണ്ട്. അതുപോലെ ബയോടെക്നോളജിയുടെ 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കാറ്റലിസ്റ്റ്, ഒപ്റ്റിമം കണ്ടീഷൻസ്, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഇനി അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ. അപ്പം അഗ്രികൾച്ചറിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ പോപ്പുലേഷൻ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുഡ് പ്രൊഡക്ഷനും നമ്മൾ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള 3 മെത്തേഡ്സ് അഗ്രികൾച്ചർ ബേസ്ഡ് ഓൺ ആഗ്രോ കെമിക്കൽസ്, അതായത് രാസവളം, പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതി. അപ്പം ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടാണ് ഹരിത വിപ്ലവം സാധ്യമായത്. ദെൻ ഓർഗാനിക് അഗ്രികൾച്ചർ, ആഗ്രോ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് രാസവളങ്ങളൊക്കെ അമിതമായി ഉപയോഗിക്കുന്നതുകൊണ്ടും പെസ്റ്റിസൈഡ്സ്, വളരെ വീര്യം കൂടിയ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഹ്യൂമൻ ബീങ്സിൻ്റെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കെമിക്കൽസ് ധാരാളമായി ഉപയോഗിക്കുന്നത് കൊണ്ട് സോയിലിനെ നശിപ്പിച്ചിട്ടുണ്ട്. സോയിലിലെ ലവണങ്ങളുടെ അളവ് കൂടി വരുന്നു. ഇതൊക്കെ ഒഴുകി വാട്ടറിലെത്തുന്നു. അപ്പോൾ വാട്ടർ പൊല്യൂഷനും സോയിൽ പൊല്യൂഷനും ഒക്കെ ഇത് കാരണമാകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ട്രഡീഷണൽ രീതിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. പക്ഷെ ഹൈബ്രിഡ് പ്ലാന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാനുവേഴ്സും ചാണകവും അതുപോലെ തന്നെ ജൈവവളങ്ങളും ഒക്കെ കമ്പോസ്റ്റ് ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. ഇപ്പം കീടനാശിനികൾക്കൊക്കെ പകരമായിട്ട് ഉപയോഗിക്കുന്നത് ജൈവ കീടനാശിനികൾ, അങ്ങനെ അതുപോലെ ബയോ കൺട്രോൾ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതി ഓർഗാനിക് അഗ്രികൾച്ചർ എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ മെത്തേഡാണ് അഗ്രികൾച്ചർ ബേസ്ഡ് ഓൺ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്സ്. അപ്പം ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ GM ക്രോപ്സ്. അപ്പം ജീനുകളിൽ ഓൾട്രേഷൻ വരുത്തി കാലാവസ്ഥയുടെ വിവിധ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ചെടികൾ, ഹൈ ഈൽഡ് തരുന്ന ചെടികൾ, സ്വയം കീടങ്ങളെ പ്രതിരോധിക്കുന്ന ചെടികൾ. അപ്പം നമുക്ക് കീടനാശിനികൾ തളിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം നമ്മുടെ ആരോഗ്യത്തെ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്നതും നമുക്ക് ഒരുപാട് ഈൽഡ് തരുന്നതുമായിട്ടുള്ള ചെടികൾ ഈ രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അഗ്രികൾച്ചർ ബേസ്ഡ് ഓൺ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്സ്. ഓർഗാനിക് ഫാമിംഗ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക. ദിസ് എ പ്രാക്ടീസ് ദാറ്റ് യൂസസ് മാനുവർ, അതായത് ചാണകവും അതുപോലെ ബയോ ഫെർട്ടിലൈസേഴ്സ് ജൈവവളങ്ങൾ, ബയോ പെസ്റ്റിസൈഡ്സ് ജൈവ കീടനാശിനികൾ, അതുപോലെ ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രിഡേറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രേയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ
മറ്റ് ജീവികളെ കൊന്നു തിന്നുന്ന ജീവികളെ കീടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രാണികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളെ തിന്നു തീർക്കുക. ബയോ കൺട്രോൾ. ഇപ്പൊ പ്രിഡേറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രേ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് ബയോ കൺട്രോൾ ഫോർ ഇൻക്രീസ് ഇൻ ക്രോപ്പ് yield instead of using agrochemicals. Genetically modified organisms. They are organisms whose genes has been modified or altered. ഏത് ജീനാണോ ഒരു ഓർഗാനിസത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ജീന് പറയുന്നത് ട്രാൻസ്ജീൻ എന്നാണ്. ട്രാൻസ്ജീൻ ഉള്ള ഓർഗാനിസത്തിനെ ട്രാൻസ്ജെനിക് ഓർഗാനിസംസ് എന്ന് പറയുന്നു. ട്രാൻസ്ജെനിക് ആയിട്ടുള്ള പ്ലാന്റ്സ് having transgene. Plants having transgene is known as transgenic plants. Example ആണ് BT cotton. Transgenic crops നെ genetically modified crops എന്നും പറയും. ഈ advantages of genetically modified crops പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒന്നാണ്. They are more tolerant to abiotic stresses like cold, drought, salt, heat, etc. ഇപ്പൊ കാലാവസ്ഥയുടെ വിവിധ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുമായിട്ടുള്ള സ്ട്രെസ് ടോളറൻസ്, അത് വന്യ ഇനങ്ങളിലൊക്കെ, അതായത് വൈൽഡ് വെറൈറ്റീസ്, നാടൻ വെറൈറ്റീസിലൊക്കെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുള്ള സ്ട്രെസ് ടോളറൻ്റ് ആയിട്ടുള്ള ജീനുകളുണ്ട്. ഈ ജീൻസ് നമ്മുടെ ക്രോപ്പ് പ്ലാന്റ്സിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ അവര് കോൾഡ്, ഹൈ ടെമ്പറേച്ചർ, അതുപോലെ വരൾച്ച, ഡ്രോട്ട്, സോൾട്ട്, ലവണങ്ങളുടെ അളവ് സോയിലൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവയൊക്കെ പ്രതിരോധിച്ച് അവ നന്നായിട്ട് വളരും. അതുപോലെ ദേ ഹെൽപ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം ഒഴിവാക്കുക. അത് പഴങ്ങളിലൊക്കെ പെട്ടെന്ന് പഴുത്തു പോകുന്ന ജീനുകളെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം ഒഴിവാകുന്നു. അപ്പൊ പഴങ്ങൾ സാവധാനം പഴുക്കുന്നു. അപ്പൊ മാർക്കറ്റിൽ കുറച്ച് ദിവസം ഇരുന്നാ കഴിഞ്ഞെന്നാലും വലിയ കുഴപ്പം വരത്തില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കർഷകരിൽ നിന്നും മാർക്കറ്റിലെത്തി അത് പെട്ടെന്ന് തന്നെ ആവശ്യക്കാരിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ പഴങ്ങളൊക്കെ ചീഞ്ഞു പോകും. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഫ്ലേവർ വെറൈറ്റി ഓഫ് ടൊമാറ്റോ ഇൻ വിച്ച് ദ ജീൻ which help in over ripening polygalacturonase enzyme is inactivated. Then the third is they increase efficiency of mineral usage. Then they increase nutrition value of food. Example, vitamin A enriched rice. Then pest resistant crops reduce reliance on chemical pesticides. എന്ന് പറഞ്ഞാൽ കീടങ്ങളെ പ്രതിരോധിക്കുന്ന ചെടികളെ വളർത്തിയെടുക്കുക. അതിന് എക്സാമ്പിൾ ആണ് BT cotton. Then genetically modified crops have been or plants have been used to create tailor-made plants to supply alternative resources to industries in the form of starch, fuels and pharmaceuticals. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ പോകുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ട്രാൻസ്ജെനിക് പ്ലാന്റ്സ്. എങ്ങനെ ഒരു ട്രാൻസ്ജെനിക് പ്ലാന്റ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അതിന് ആദ്യം വേണ്ടത് നമ്മൾ ജീൻസ് സെപ്പറേറ്റ് ചെയ്യുക. ഏത് ജീനാണോ നമ്മൾക്ക് വേണ്ടത്. ഇപ്പൊ സ്ട്രെസ് ടോളറൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ സ്ട്രെസ് ടോളറൻറ്റ് ജീൻ ഐസൊലേറ്റ് ചെയ്യുക. ഇനി അതെല്ലാം ഡിസീസ് റെസിസ്റ്റൻസിന് കാരണമായ ജീനാണെങ്കിൽ അവ ഐസൊലേറ്റ് ചെയ്യുക. പെസ്റ്റുകളെ ടോളറേറ്റ് ചെയ്യുന്ന അല്ല അവയെ നശിപ്പിക്കുന്ന പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീനുകളാണെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ, ദ ഡിസയേർഡ് ജീൻ അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അതാദ്യം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ജീൻ ഒരു വെക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. വെക്ടറും കട്ട് ചെയ്യുന്നത് സെയിം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം ഈ റീകോമ്പിനന്റ് DNA ഒരു ബാക്ടീരിയൽ സെല്ലിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ജീൻസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം ദീസ് ജീൻസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി പ്ലാന്റ് സെൽ. ദെൻ ദ പ്ലാന്റ് സെൽസ് ആർ കൾച്ചേർഡ് ഇൻ കൾച്ചർ മീഡിയം. അപ്പൊ ടിഷ്യൂ കൾച്ചർ മീഡിയത്തിൽ സെൽസ് വളർത്തിയെടുക്കുക. ഇതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സെൽസ് വളർത്തിയെടുക്കുക. എന്നിട്ട് അവയിൽ നിന്നും പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക. അപ്പൊ ഇനി നമ്മൾ കാണുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ഇൻ ദി അഗ്രികൾച്ചറൽ ഫീൽഡ്. അപ്പം നമ്മൾ രണ്ട് എക്സാമ്പിൾസ് പഠിക്കും. അപ്പം ആദ്യത്തേത് പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്. പെസ്റ്റ് റെസിസ്റ്റൻസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പെസ്റ്റ് എന്ന് പറഞ്ഞാൽ കീടങ്ങൾ, ചെടികളെ ആക്രമിക്കുന്ന ഒരുപാട് കീടങ്ങളുണ്ട്. ചാഴി, വെള്ളീച്ച,
അല്ലെ? ബീറ്റിൽസ്, അഫൈഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് ചാഴിയുണ്ട്, മുഞ്ഞയുണ്ട് പയറുകളെ ആക്രമിക്കുന്നത്, അതുപോലെ വെള്ളീച്ച, മുളകിനെയൊക്കെ ആക്രമിക്കുന്ന വെള്ളീച്ചകൾ. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ കീടങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെടികളുടെ നീരൂറ്റി കുടിച്ച് അല്ലെങ്കിൽ സീഡ്സിൽ നീരൊക്കെ ഊറ്റി കുടിച്ച് അവയൊക്കെ നശിപ്പിച്ച് കളയുന്ന കീടങ്ങൾ. ഇപ്പൊ കീടങ്ങളെ നശിപ്പിക്കാൻ സാധാരണഗതിയിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കും. ഇപ്പം വീര്യം കൂടിയ പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്, കീടനാശിനികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ക്യാൻസറും അതുപോലെ വൃക്കരോഗങ്ങളും ഒക്കെ ധാരാളമായി കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതുപോലെ ഉള്ള പെസ്റ്റിസൈഡ്സ്. അപ്പം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമ്പോൾ നന്നായിട്ടൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് കഴുകി 2 മണിക്കൂറെങ്കിലും ഉപ്പും മഞ്ഞളും ഒക്കെ കൂടി ചേർന്ന് അല്ലെ കരി ഒക്കെ ഇട്ട് വെച്ച വെള്ളത്തിൽ 2 മണിക്കൂർ മിനിമം ആണ് പറയുന്നത് ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇപ്പൊ ഒരു പരിധി വരെയെങ്കിലും ഈ കെമിക്കൽസ് പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു, ഇത് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിറ്റർജന്റ് ഇട്ട് ആദ്യം ഒന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാനാണ് പറയുന്നത്. അപ്പൊ എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് വീട്ടിൽ പക്ഷെ പറയുക, നന്നായി കഴുകി ഉപ്പും മഞ്ഞളൊക്കെ കൂടി ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇട്ട് വച്ചതിന് ശേഷം മാത്രം വെജിറ്റബിൾസ് യൂസ് ചെയ്യുക. ബിക്കോസ് വെരി ഹാംഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കുന്ന ഒരുപാട് പെസ്റ്റിസൈഡ്സ് ആണ് ഇന്ന് വെജിറ്റബിൾസിലൊക്കെ തളിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സ് ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ പെസ്റ്റിസൈഡ്സ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ ചെടികള് കീടങ്ങളെ സ്വയം പ്രതിരോധിക്കേണ്ടതായിട്ട് വരും, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് പെസ്റ്റിസൈഡ്സ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കീടങ്ങളെ പ്രതിരോധിക്കുന്ന ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക, അത് മാത്രമേ ഇതിനുള്ളൊരു പ്രതിവിധിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ബയോടെക്നോളജിയുടെ സഹായത്തോടുകൂടി പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് BT കോട്ടൺ. മലയാള അതല്ലാതെ BT വിളകൾ എന്ന് പറയും നമ്മൾ മൊത്തത്തിലെ ചെടികളെ BT വിളകള്. ഈ BT എന്തുകൊണ്ട് പറയുന്നു? ചെടികളുടെ മുമ്പിൽ എന്തുകൊണ്ട് ഈ BT ആഡ് ചെയ്യുന്നു? പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന് മുമ്പിൽ എന്തുകൊണ്ട് ഈ BT ആഡ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ BT എന്ന് പറയുന്നത് ബാസില്ലസ് തുറിഞ്ചിയൻസിന്റെ ഷോർട്ട് ഫോം ആണ്. ബാസില്ലസിന്റെ ബിയും തുറിഞ്ചിയൻസിന്റെ ടിയും കണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ B, ജീനസ് നെയിം. സ്പീഷീസ് എപ്പോഴും സ്മോൾ ലെറ്ററിൽ എഴുതുക, സോ T. ഇപ്പൊ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചെഴുതണം. BT എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് B, സ്മോൾ ലെറ്റർ T, BT കോട്ടൺ. ഈ BT കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ഒരു സോയിൽ ബാക്ടീരിയ ആണ്, സോയിലിൽ വളരുന്ന ഒരു ബാക്ടീരിയ. ഈ ബാക്ടീരിയത്തിനുള്ളിൽ ഒരു ജീൻ ഉണ്ട്, ആ ജീന് BT ടോക്സിൻ ജീൻ എന്ന് പറയുന്നു. ഈ BT ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ BT ജീൻ. അപ്പൊ ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന ബാക്ടീരിയത്തിൽ ഒരു ജീൻ ഉണ്ട്, BT ടോക്സിൻ ജീൻ, വിച്ച് പ്രൊഡ്യൂസസ് എ ടോക്സിൻ. ഒരു ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ ആണ് BT ടോക്സിൻ. ഈ BT ടോക്സിന് ഇൻസെക്ട്സിന്റെ ഒക്കെ കാറ്റർപില്ലേഴ്സിനെ കൊല്ലാനുള്ള കഴിവുണ്ട്. ഈ BT ടോക്സിൻ എന്ന് പറയുമ്പോൾ തന്നെ വിഷമാണ്. ഈ വിഷത്തിന് ഇൻസെക്ട്സിന്റെ ലാർവകളെ അല്ലെങ്കിൽ കാറ്റർപില്ലേഴ്സിനൊക്കെ കൊന്നുകളയാനുള്ള, നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ വിഷം എന്ന് പറയുന്നത് ആക്റ്റീവ് ആകുന്നത് ഇൻസെക്ട്സിന്റെ ശരീരത്തിനുള്ളിലാണ്. അപ്പൊ ഇവ ഇൻസെക്ട്സിനെ കൊന്നുകളയും. അപ്പൊ അതുകൊണ്ട് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പെസ്റ്റിസൈഡ്സ് ആയതുകൊണ്ടാണ് ഇവയെ ബയോ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ BT ടോക്സിൻ ജീൻ. ഇനി ചെയ്യുന്നത്, ഈ ജീൻ സോയിലിൽ വളരുന്ന ബാക്ടീരിയ ബാസില്ലസ് തുറിഞ്ചിയൻസിസിൽ നിന്നും BT ടോക്സിൻ ജീൻ ഐസൊലേറ്റ് ചെയ്ത് പ്ലാന്റ്സിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. പ്ലാന്റ് സെല്ലിനുള്ളിലേക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടുകൂടി ഈ ജീനുകൾ കൂട്ടിച്ചേർക്കുന്നു. അപ്പം GM പ്ലാന്റ്സ് അല്ലെങ്കിൽ ആ ട്രാൻസ്ജനിക് ആയിട്ടുള്ള പ്ലാന്റ് BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ പ്ലാന്റിന്റെ ശരീരത്തിൽ BT ടോക്സിൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇൻസെക്ട്സ്, കീടങ്ങൾ ഈ ചെടികളെ ആക്രമിച്ച് അവയുടെ നീര് കുടിച്ചു കഴിഞ്ഞാൽ, ഊറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ ടോക്സിൻ
പ്ലാന്റ്സിന്റെ ശരീരത്തിലുള്ള ഈ ടോക്സിൻ ഈ ഇൻസെക്ട്സിന്റെ ശരീരത്തിലെത്തുകയും അങ്ങനെ അവര് നശിച്ചു പോവുകയും അല്ലെങ്കിൽ ചത്തുപോവുകയും ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിൽ GM പ്ലാന്റ്സ് ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ആണ് BT കോട്ടൺ, BT കോൺ, BT ടൊമാറ്റോ, BT പൊട്ടറ്റോ, അങ്ങനെ ഇഷ്ടംപോലെ പ്ലാന്റ്സ്, BT പ്ലാന്റ്സ്. അപ്പൊ BT വിളകൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ടും ഉത്തരം കൊടുക്കണം. പ്ലാന്റ്സ് ഹാവിംഗ് BT toxin gene. It is a transgenic plant having BT toxin gene. അപ്പോൾ BT cotton എന്ന് പറഞ്ഞാൽ BT toxin gene was isolated from Bacillus thuringiensis and cloned with DNA of a crop plant, cotton. The BT gene expresses within cotton and produces a protein called BT toxin within the gene. ഇനി നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. BT cotton എന്താന്ന് ചോദിച്ചാൽ cotton plants having BT toxin gene is known as BT cotton. It is an insect resistant transgenic plant അല്ലെങ്കിൽ pest resistant transgenic plant. ഇപ്പൊ BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് BT ജീനുകൾ വഴിയായിട്ടാണ്. ഈ BT ജീനിന് ക്രൈ ജീനുകൾ എന്നും പറയും. ക്രൈ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആർ ഓൾസോ നോൺ ആസ് ക്രൈ പ്രോട്ടീൻസ്. അപ്പം എല്ലാ ക്രൈ പ്രോട്ടീൻസും എല്ലാ ഇൻസെക്ട്സിനെയും നശിപ്പിക്കില്ല. ക്രൈ ജീനുകൾ അല്ലെങ്കിൽ BT ടോക്സിൻ ജീനുകൾ തന്നെ പലതരത്തിലുണ്ട്. ലൈക്ക് ക്രൈ A1AC, ക്രൈ A2AB, ക്രൈ 1AB, ക്രൈ 3AB എന്നിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള BT ടോക്സിൻ ജീൻ. ഓരോ ജീനുകളും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻസെക്ട്സിനെ മാത്രമേ കില്ല് ചെയ്യുള്ളൂ. എല്ലാ ഇൻസെക്ട്സിനെയും കൊല്ലുന്നത് സെയിം ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ അല്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈ ജീനുകളുണ്ട് അല്ലെങ്കിൽ BT ടോക്സിൻ ജീനുകളുണ്ട്. അവ ഓരോന്നും അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻസെക്ട്സിനെ മാത്രമേ കില്ല് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കണം. ഡിഫറെൻറ്റ് ക്രൈ പ്രോട്ടീൻസ് ആർ എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഡിഫറെൻറ്റ് ലാർവേ ഓഫ് ഡിഫറെൻറ്റ് ഇൻസെക്ട്സ്. The choice of genes to be incorporated depends on the insect group invading the particular plant. ഇത് പഠിച്ചിരിക്കുക. ക്രൈ 1AC കില്ല് ചെയ്യുന്നത് കോട്ടൺ ബോൾവർമ്സ്, ക്രൈ 2AB cotton bollworms itself. Then cry 1AB kills cone borers. ഇനി ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കോട്ടൺ പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻസേർട്ടിങ് BT ടോക്സിൻ. ഇനി നിങ്ങൾ മനസ്സിൽ നമുക്കൊരു സംശയമൊക്കെ ഫീൽ ചെയ്യാൻ, ഇൻസെക്ട്സിൻ്റെ ഉള്ളിൽ ഈ ടോക്സിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്ട്സ് നശിക്കും. അപ്പോൾ ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസും എന്തുകൊണ്ട് ചത്തുപോകുന്നില്ല? കാരണം ഇവയുടെ ശരീരത്തിലും ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ബാസില്ലസ് തുറിഞ്ചിയൻസിസിൻ്റെ ശരീരത്തിലും ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ചത്തുപോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയത്തിൻ്റെ ശരീരത്തിൽ ഈ ടോക്സിൻ ഒരു ഇനാക്റ്റീവ് ഫോമിലാണ് കാണുന്നത്. അത് ആക്റ്റീവ് ആകുന്നത് ഇൻസെക്ട്സിന്റെ ശരീരത്തിലെത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇൻസെക്ട്സിന്റെ ശരീരത്തിലുള്ള ആൽക്കലൈൻ പ്രോട്ടീൻസ്, ആൽക്കലൈൻ pH ആൻഡ് ഡിഫറെൻറ്റ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഈ പ്രോട്ടീനെ അല്ലെങ്കിൽ ടോക്സിനെ സൊല്യൂബിലൈസ് ചെയ്യുന്നു. സൊല്യൂബിലൈസ് ചെയ്തിട്ടുള്ള ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഇൻസെക്റ്റിന്റെ എപ്പിത്തീലിയൽ സെൽസിൽ ബൈൻഡ് ചെയ്യുന്നു. അവിടെ പറ്റിപ്പിടിച്ച് ആ എപ്പിത്തീലിയൽ സെൽസിനെ നശിപ്പിച്ച് സുഷിരങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അവയെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുക. അപ്പം ജസ്റ്റ് വായിച്ചു നോക്ക്. അപ്പം ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരുന്നതേ ഉള്ളൂ. ഗോൾഡൻ റൈസ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള റൈസ് വെറൈറ്റിയാണ് കണ്ടെയ്നിങ് വൈറ്റമിൻ A. ഈ വൈറ്റമിൻ എക്ക് ചെറിയൊരു യെല്ലോ കളർ ഉള്ളത് കൊണ്ടാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ദെൻ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു രീതിയാണ് RNA ഇന്റർഫറൻസ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് RNA ഇന്റർഫറൻസ്? RNAi. ഇപ്പൊ നിമാറ്റോഡ്സ് അത് എന്ന് പറയുന്നത് റൗണ്ട് വേംസ് ആണ്. ഒക്കറസ് പാരസൈറ്റ്സ്. അപ്പൊ പരാതങ്ങളായിട്ടുള്ള ഈ നിമാറ്റോഡ്സ്
ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ കയറിക്കൂടി പലതരത്തിലുള്ള രോഗങ്ങൾ വരുത്തുന്നതായിട്ട് നമുക്കറിയാം. ഇതേപോലെയുള്ളൊരു നെമാറ്റോഡാണ് മെലോഡിൻ ഇൻകോഗ്നീഷ്യ. അത് പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു നെമാറ്റോഡാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെലോഡിൻ ഇൻകോഗ്നീഷ്യ. ഇറ്റ് ഈസ് എ നെമാറ്റോഡ് വിച്ച് ഇൻഫെക്ട് ദ റൂട്ട്സ് ഓഫ് ടുബാക്കോ പ്ലാന്റ്സ്. അപ്പൊ ടുബാക്കോ പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു നെമാറ്റോഡിന്റെ പേര് മെലോഡിൻ ഇൻകോഗ്നീഷ്യ. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പൊ ഈ ടുബാക്കോ പ്ലാന്റ്സിൽ വേരുകളെ ആക്രമിക്കുന്ന മെലോഡിൻ ഇൻകോഗ്നീഷ്യ ഇവയെ പ്രതിരോധിക്കുന്ന ഒരു മെത്തേഡാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഡെവലപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു മെത്തേഡാണ് RNA ഇന്റർഫറൻസ് എന്ന്. ഇപ്പൊ ചെടികൾക്ക് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി RNA ഇന്റർഫറൻസ് ഇവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ RNA ഇന്റർഫറൻസ് ഹ്യൂമൻ ബീങ്സിലും ഒക്കെയുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണ്. ഈ ഡിഫെൻസീവ് മെക്കാനിസം പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇത് ചെയ്യുന്നത് നെമാറ്റോഡ്സ് ഉള്ളിൽ കയറി കൂടി കഴിഞ്ഞാൽ അവർ പ്രോട്ടീൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവർ വളരുക. അപ്പൊ അവരുടെ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന mRNA എന്ന് പറഞ്ഞാൽ DNA കോപ്പിയാണ് അല്ലെ. DNA കോപ്പി എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയില്ല, ജീനുകളുടെ കോപ്പീസ് ദാറ്റ് പ്രൊഡ്യൂസസ്. ജീനുകളുടെ കോപ്പി എടുത്തു കൊണ്ടുവരുന്നതാണ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജീനുകളുടെ കോപ്പി എടുത്തു വരുന്നതാണ് mRNA. RNA 3 തരം ഉണ്ടല്ലോ, mRNA, rRNA, tRNA. ട്രാൻസ്ഫർ RNA, റൈബോസോമൽ RNA, മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ RNA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ RNA വിച്ച് കണ്ടെയ്ൻസ് ദ കോപ്പി ഓഫ് എ ജീൻ. ഒരു ജീൻ കോപ്പി ചെയ്ത് വരുന്ന RNAക്കാണ് മെസ്സഞ്ചർ RNA. അപ്പൊ ഈ മെലോഡിൻ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന നെമാറ്റോഡിന്റെ പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന mRNA നശിപ്പിച്ചു കളയുന്നു. ഇതാണ് സൈലൻസിങ് ഓഫ് mRNA. എങ്ങനെയാണ് നശിപ്പിക്കാൻ നോക്കാം. ഇറ്റ് ഈസ് ബൈ എ ഫിനോമിനൻ ഓഫ് ഇൻഹിബിറ്റിംഗ് ജീൻ ത്രൂ പ്രൊഡക്ഷൻ ഓഫ് എ ഡബിൾ സ്ട്രാൻഡഡ് RNA. ഇപ്പോൾ ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNAയുടെ സഹായത്തോടു കൂടി mRNA നശിപ്പിച്ചു കളയുന്നു. അപ്പൊ ഇതാണ് സൈലൻസിങ് ഓഫ് mRNA സൈലൻസ് ചെയ്യുക. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി കാണുമ്പോൾ പറഞ്ഞു തരാം. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് വീണ്ടും ഒന്നും കൂടി എടുത്തു തരാം. RNA interference takes place in all eukaryotic organism as a method of cellular defense. ഇനി ഇതാണ് the introduced gene produces 2 types of RNA, sense RNA അതുപോലെ antisense RNA. ഈ രണ്ട് സ്ട്രാൻഡ്സും കോംപ്ലിമെന്ററി ആണ്. അപ്പൊ അങ്ങനെ ഡബിൾ സ്ട്രാൻഡഡ് RNA പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA then ഡാസർ എന്ന് പറയുന്ന എൻസൈം കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതെല്ലാം കൂടി ഞാൻ അടുത്തൊരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്രയും മാത്രം പഠിക്കുക. ദ ഡബിൾ സ്റ്റാൻഡേർഡ് RNA bind to mRNA and prevents the translation of mRNA of the pathogen. This silencing of the mRNA is known as RNA interference. അപ്പൊ അത്രയെങ്കിലും പഠിക്കുക. RNA interference എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈലൻസിങ് ഓഫ് mRNA. mRNA സൈലൻസ് ചെയ്യുക വഴി കീടങ്ങളെ പ്രതിരോധിക്കുന്നു. അതാണ് നെമാറ്റോഡ്സിനെ പ്രതിരോധിക്കാനുള്ള ഒരു മെത്തേഡ്. മെലോഡിൻ ഇൻകോഗ്നീഷ്യ നശിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് RNA interference. RNA interference എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈലൻസിങ് ഓഫ് mRNA. ഇനി മെഡിക്കൽ ഫീൽഡിലുള്ള ബയോടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ അതുകൂടി നമുക്ക് നോക്കാം. തെറാപ്യൂട്ടിക് ഡ്രഗ്സ് പ്രൊഡ്യൂസ് ത്രൂ റീകോമ്പിനന്റ് DNA ടെക്നോളജിക്ക് പറയുന്നത് റീകോമ്പിനന്റ് ഡ്രഗ്സ് എന്നാണ്. They are similar to human proteins. ഇപ്പൊ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ, അതാണ് നമ്മളിപ്പോൾ ഒരു മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പഠിക്കുക. ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷന്റെ സഹായത്തോടുകൂടി ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇൻസുലിൻ, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി. അപ്പൊ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് മസ്റ്റായിട്ടും ആവശ്യമായിട്ട് വരുന്ന ഒരു ഡ്രഗാണ്, ഒരു മെഡിസിൻ ആണ് ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹോർമോൺ അല്ലേ. ഇൻസുലിൻ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
രക്തത്തിലെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവല് കൺട്രോൾ ചെയ്ത് നിർത്താൻ, അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്ത് ഗ്ലൈക്കജനും ഫാറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് നടത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസിലെ ഒരു കൂട്ടം സെൽസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, അതിലെ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ബ്ലഡിലെത്തുകയും ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്ത് ഫാറ്റും ഗ്ലൈക്കജനുമായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. അപ്പൊ ഈ ഇൻസുലിൻ്റെ അളവ്, ഇൻസുലിൻ ഡെവലപ്മെന്റ് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ബ്ലഡിലെ ഇൻസുലിൻ്റെ അളവ് കുറയുകയും റിസൾട്ട് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരികയും ഗ്ലൂക്കോസിൻ്റെ ലെവല് ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അപ്പം ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ യൂറിനിലൂടെ ഗ്ലൂക്കോസ് പുറത്തു പോകുന്നു, നമ്മുടെ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയും. ഈ രോഗത്തിനെയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രമേഹ രോഗികൾക്ക് കൊടുക്കാനുള്ള ഇൻസുലിൻ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൃഗങ്ങളെയൊക്കെ കൊല്ലുമ്പോൾ, പ്രത്യേകിച്ച് പന്നി അതുപോലെ കാറ്റിൽസിനെയൊക്കെ കൊല്ലുമ്പോൾ ശേഖരിച്ചുകൊണ്ടിരുന്ന ഇൻസുലിൻ ആണ്. ഈ മൃഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഇൻസുലിൻ ആനിമൽ പ്രോട്ടീൻസ് ഹ്യൂമൻ ബീയിങ്സിന് ലോങ് ടേം ഉപയോഗം വഴി അത് ശരീരത്തിന് കുഴപ്പമുണ്ടാക്കും. അതുപോലെ തന്നെ ചിലർക്കത് അലർജിക്കുമാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഹ്യൂമൻ ബീയിങ്സിന്റെ സിമിലർ ആയിട്ടുള്ള അതേ ഇൻസുലിൻ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടുകൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ നോക്കിക്കേ, ഇൻസുലിന്റെ സ്ട്രക്ചർ നമുക്ക് ആദ്യം നോക്കാം. ഇൻസുലിന് 2 പോളിപെപ്റ്റൈഡ് ചെയിനുകളുണ്ട്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പോളിപെപ്റ്റൈഡ് എന്നാണ്, PEOയ്ക്ക് പകരം P ചേർക്കുക. ഇൻസുലിൻ കൺസിസ്റ്റ് ഓഫ് 2 പോളിപെപ്റ്റൈഡ് ചെയിൻ. ഈ ചെയിനുകൾക്ക് ചെയിൻ എ, ചെയിൻ ബി എന്ന് പറയുന്നത്. ഈ 2 ചെയിൻസും ലിങ്ക് ചെയ്യുന്നത് ബൈ 2 disulfide bridges. It is linked. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. Both the chains are linked by a disulfide bridges. Disulfide bridges are 255. നിങ്ങൾ അതങ്ങ് മനസ്സിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. അത് അവിടെ നിന്ന് നിങ്ങൾ എഴുതുമ്പോൾ അത് എഴുതണ്ട. Both the chains are linked by disulfide bridges. ഇതിൽ ചെയിൻ എയിൽ 21 അമിനോ ആസിഡും ചെയിൻ ബിയിൽ 30 അമിനോ ആസിഡും ആണുള്ളത്. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സിന്തസൈസ് ചെയ്ത് വരുന്ന സമയത്ത് നോക്കി, ചെയിൻ എ, ചെയിൻ ബി ഇതിനോട് ചേർന്നിട്ട് ഒരു വലിയൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ കൂടിയുണ്ട്. അതിന് സി പെപ്റ്റൈഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു പ്രോ ഇൻസുലിൻ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു വരുന്നത്. ഇൻസുലിൻ സിന്തസൈസ് ചെയ്തു വരുന്ന സമയത്ത് ഇറ്റ് ഈസ് എ പ്രോ ഹോർമോൺ. പിന്നീട് ഇതിന് പ്രോസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയിൻ എ, ബി മാത്രമായിട്ട് സൂക്ഷിക്കും. അതിൽ നിന്നും ചെയിൻ സി പെപ്റ്റൈഡ്, ലോങ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഡ്യൂറിങ് പ്രോസസ്സിംഗ് പ്രോസസ്, അതായത് ഇൻസുലിൻ സിന്തസൈസ് ചെയ്തു വരുന്ന സമയത്ത് ഇൻസുലിൻ ഒരു പ്രോ ഹോർമോണാണ്. അതിൽ 2 പോളിപെപ്റ്റൈഡ് ചെയിൻ എ, ബി ആർ അറ്റാച്ച്ഡ് ബൈ എ ലോങ് സി പെപ്റ്റൈഡ്. ഇറ്റ് ഈസ് ഓൾസോ പോളിപെപ്റ്റൈഡ്. പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ്, മെനി അമിനോ ആസിഡ്സ് ലിങ്ക് ടുഗെദർ എന്നാണ് പോളിപെപ്റ്റൈഡ്. പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ട് ഒന്നിലധികം അമിനോ ആസിഡ്സ്, കുറേ അമിനോ ആസിഡുകൾ ഒന്നിച്ച് ബൈൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതാണ് പോളിപെപ്റ്റൈഡ്. അപ്പൊ അങ്ങനെ 2 പോളിപെപ്റ്റൈഡ് ചെയിൻ എ, ചെയിൻ ബി, ദേ ആർ ലിങ്ക്ഡ് ബൈ എ ലോങ് സി പെപ്റ്റൈഡ്. ഇനി ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് വരുന്ന ഈ ഹോർമോൺ പ്രോസസ്സിൽ സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്യുന്നു. 2 ചെയിൻ മാത്രമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനെയാണ് മെച്ചുവേർഡ് ആയിട്ടുള്ള ഇൻസുലിൻ എന്ന് പറയുക. അപ്പം നിങ്ങൾ നോക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതേപോലെ പ്രോ ഇൻസുലിൻ പ്രോസസ്സിംഗ് പ്രോസസ്സിലെ ഇൻസുലിനും അതുപോലെ അതിൽ ഫ്രീ സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്യുന്നു. ഇത് പരീക്ഷയ്ക്ക്, ഈ പിക്ചർ പരീക്ഷയ്ക്ക് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്.
ഇനി ഒരു അമേരിക്കൻ കമ്പനിയാണ് ഈ DNA ഇതേപോലെ ഈ രണ്ട് ചെയിൻ എ ബിയുടെ സീക്വൻസസ് നടത്തിയതും അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് ഒരു ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ സിന്തസൈസ് ചെയ്തതും. അവർ ചെയ്തത് ഈ രീതിയിലാണ്. ഇവിടെ നോക്ക്, ആദ്യം ചെയിൻ എ സെപ്പറേറ്റ് ആയിട്ട്, അതായത് ചെയിൻ എ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ചെയിൻ ബി സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ചെയിൻ എ ഒരു വെക്ടറിലേക്ക്, പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഈ പ്ലാസ്മിഡ് വെക്ടർ ഇസ്രിഷ്യ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയ സെല്ലിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഈ റീകോംബിനന്റ് DNA ഉള്ള ബാക്ടീരിയത്തിനെ ബയോറിയാക്ടറുകളിൽ വളർത്തി മൾട്ടിപ്ലൈ ചെയ്തു. ബയോറിയാക്ടറുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്നും ചെയിൻ എ മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഇതേ സെയിം പ്രോസസ് ചെയിൻ ബി സിന്തസൈസ് ചെയ്തെടുത്തു. അതിനുശേഷം ചെയിൻ ബി വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. റീകോംബിനന്റ് DNA എന്ന് പറഞ്ഞ വെക്ടർ ഹാവിംഗ് ചെയിൻ ബി ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ബാക്ടീരിയൽ സെൽ. പിന്നീട് ബാക്ടീരിയൽ സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്തു. ബയോറിയാക്ടറുകളിലേക്ക് അവയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ അങ്ങനെയുള്ള ബയോറിയാക്ടറിൽ നിന്നും ചെയിൻ ബി സെപ്പറേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം പുറത്തു വെച്ച് ചെയിൻ എ ചെയിൻ ബി ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് കൊണ്ട് ബൈൻഡ് ചെയ്ത് മെച്യൂർഡ് ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻ. അപ്പൊ നമുക്ക് ചെയിൻ എ സെപ്പറേറ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്തെടുത്തു, ചെയിൻ ബി സെപ്പറേറ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്തെടുത്തു. ബയോറിയാക്ടറിൽ നിന്നും ബാക്ടീരിയത്തിൽ നിന്നും ഇവയെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ചെയിൻ എയും ചെയിൻ ബിയും പുറത്തു വെച്ചിട്ടാണ് ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് കൊണ്ട് ബൈൻഡ് ചെയ്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്. ഇങ്ങനെയുള്ള ഇൻസുലിനെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ഓർ റീകോംബിനന്റ് പ്രോട്ടീൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ റീകോംബിനന്റ് പ്രോട്ടീൻസ് ആണ് ഇന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുക. അപ്പം ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ്റെ പ്രോസസ്സും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒന്നാണ്. ഇനി അടുത്തത് ജീൻ തെറാപ്പി. ഇപ്പൊ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് സാധാരണ ഒരുപാട് ഫിസിയോതെറാപ്പി അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചികിത്സാ രീതി തന്നെയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹെറിഡിറ്ററി ഡിസീസസ്. ഇപ്പൊ ജനിതക രോഗങ്ങള് ചികിത്സിക്കുന്ന ഒരു മെത്തേഡിനെയാണ് ജീൻ തെറാപ്പി. അപ്പൊ ഇവിടെ ജനിതക രോഗങ്ങളായതുകൊണ്ട് തന്നെ ജീൻ വഴിയുടെ തകരാറുകൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള പാരമ്പര്യ രോഗങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ പാരമ്പര്യ രോഗങ്ങളെ ക്യൂർ ചെയ്യാൻ ഒറ്റ മെത്തേഡേ ഉള്ളൂ, ജീൻ മാറ്റുക. തകരാറുകൾ സംഭവിച്ചിട്ടുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ മാറ്റി അതിന്റെ സ്ഥാനത്ത് നോർമൽ ആയിട്ടുള്ള ജീൻ ആഡ് ചെയ്യുക. അതാണ് ജീൻ തെറാപ്പി. സി ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹെറിഡിറ്ററി ഡിസീസസ് ബൈ റീപ്ലേസിംഗ് എ ഡിഫക്റ്റീവ് ജീൻ by a normal healthy gene is known as gene therapy. Gene therapy is a collection of methods which permits the correction of a defect gene which has been diagnosed in an embryo or in a child. അതിലാണ് നമ്മൾ ചൈൽഡിൽ അല്ലെ എംബ്രിയോസിലാണ് ജീൻ തെറാപ്പി നടത്തുക, അഡൾട്ടിലല്ല. In gene therapy, normal genes are inserted into cells of an individual or embryo to take over the function and compensate for the non-functional gene. ഇനി ജീൻ തെറാപ്പിയുടെ കുറെ അച്ചീവ്മെന്റ്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. സ്കിഡ് എന്ന് പറയുന്ന രോഗം ക്യൂർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, കോളൻ ക്യാൻസർ, ഹിമോഫീലിയ, അതുപോലെ വിവിധ തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങളൊക്കെ. ക്യാൻസറൊക്കെ ജീനുകൾ വഴി, ജീൻ്റെ തകരാറുകൾ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ പാരമ്പര്യമായിട്ടും ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പാരമ്പര്യ രോഗങ്ങൾക്ക് കാരണമായ ജീനുകളെ റിമൂവ് ചെയ്ത് നോർമൽ ആയിട്ടുള്ള അല്ലെ റിപ്പയർ ചെയ്ത് നോർമൽ ആയിട്ടുള്ള ജീൻ ആഡ് ചെയ്യുന്നതാണ് ജീൻ തെറാപ്പി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി നടത്തിയത് ഒരു 4 വയസ്സുകാരി പെൺകുട്ടികളിലാണ്. ഈ പെൺകുട്ടി സ്കിഡ് എന്ന് പറയുന്ന രോഗം കൊണ്ട് സഫർ ചെയ്യുമായിരുന്നു. അപ്പൊ സ്കിഡിന് കാരണം ADA ഡെഫിഷ്യൻസിയാണ്. ADA എന്ന് പറയുന്നത് അഡിനോസിൻ ഡി അമിനേസ് സിന്തസിസ്. ഈ ADAയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അഡിനോസിൻ അമിനേസ് സിന്തേസ് എന്നൊക്കെ പറഞ്ഞ് ഇവര് നിങ്ങൾക്ക് ആൻസർ മാറ്റി മാറ്റി തരാം, വേറെ വേറെ പേരില്ല, അതിനോട് സാമ്യമുള്ള കുറച്ച് പേരുകളൊക്കെ ആയിട്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ADA എന്ന് പറയുന്ന അഡിനോസിൻ ഡി അമിനേസ് സിന്തസിസ്. ഈ ADA എന്ന് പറയുന്ന എൻസൈം ഒരു ജീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ജീനിന്റെ തകരാറുകൾ കൊണ്ട് ADA
അഡിനോസിൻ ഡീഅമിനേസ് സിന്തസിസ് നടക്കാതെ വരുന്നു. അപ്പോൾ ADA എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ എൻസൈംസ് ആണ് which is necessary for our immune system. ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു എൻസൈമാണ് ADA. ADAയുടെ തകരാറുകൾ കൊണ്ട് നമ്മുടെ ലിംഫോസൈറ്റ്സ് അത് നോൺ ഫങ്ഷണൽ ആവുന്നു. അപ്പം ഇങ്ങനെയുള്ള രോഗികൾക്ക് ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ പ്രതിരോധ സംവിധാനം തകരാറിലായതുകൊണ്ട് രോഗം വന്ന് അവരെല്ലാം വളരെ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസീസ് കൊണ്ട് പോലും അവർക്ക് ഡെത്ത് സംഭവിക്കാം. എന്ത് രോഗം, ഒരു ചെറിയൊരു കോമൺ കോൾഡ് വന്നാൽ തന്നെ അത് വഷളായി അവർക്ക് ന്യൂമോണിയ ഒക്കെ ഉണ്ടായി അങ്ങനെ വരെ മരണം സംഭവിക്കാം. ഇനി ഒരു വാക്സിനേഷന്റെ സമയത്ത് ബ്ലഡ് ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്ന സമയത്തൊക്കെ ഇവർക്ക് ഡെത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അവരുടെ രോഗപ്രതിരോധ സംവിധാനം കംപ്ലീറ്റ് പാടെ തകരാറിലാണ്. അപ്പോൾ ADA ഡെഫിഷ്യൻസി ക്യൂർ ചെയ്യാനുള്ള 2 മെത്തേഡ് എന്ന് പറയുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും അതുപോലെ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. അതായത് ഫങ്ഷണൽ ADA ജീൻ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സെൽസ് ലിംഫോസൈറ്റ്സ് ഇടയിൽ പേഷ്യൻസിലേക്ക് ഇൻജെക്ട് ചെയ്യുക. അപ്പം ഇത് 2 മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല. ഒരു കംപ്ലീറ്റ് ക്യൂർ കിട്ടണമെങ്കിൽ എംബ്രിയോ സ്റ്റേജിൽ, ചൈൽഡ് ആയിട്ടുള്ള അവസ്ഥയിലല്ല, എംബ്രിയോ സ്റ്റേജിൽ നടത്തിയാൽ സാധ്യമാകുന്നതാണ്. ഇനി ഈ കുട്ടിയിൽ ഈ ADA ഡെഫിഷ്യൻസി എങ്ങനെയാണ് ക്യൂർ ചെയ്തതെന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ്സ് കുട്ടിയിൽ നിന്നും ശേഖരിച്ച് കൾച്ചർ ചെയ്തെടുത്തു, അവയെ സെൽസിനെ വളർത്തിയെടുത്തു. അതേപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ നിന്നും ADA ജീൻ സെപ്പറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അത് ആംപ്ലിഫൈ ചെയ്ത് PCR ഒക്കെ ഉണ്ടല്ലോ, ഇന്ന് PCR സഹായത്തോടുകൂടി ആംപ്ലിഫൈ ചെയ്ത് റിട്രോവൈറസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്ലാന്റ്സിൽ TI പ്ലാസ്മിഡ് ആണെങ്കിൽ ആനിമൽസിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന വെക്ടർ എന്ന് പറയുന്നത് റിട്രോവൈറസ് ആണ്. അപ്പോൾ റിട്രോവൈറസിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം ഈ the retroviral vector having functional ADA is introduced into lymphocytes of patient grown in the culture. അപ്പോൾ ആദ്യം ചെയ്തത് പേഷ്യൻറ്റിലെ ലിംഫോസൈറ്റ്സ് ഐസൊലേറ്റ് ചെയ്തെടുത്തു, അത് കൾച്ചർ ചെയ്തു. അതിനുശേഷം ഒരു ഹെൽത്തി പേഷ്യൻറ്റിൽ നിന്നും ADA ജീൻ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഈ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ADA ജീൻ ഒരു റിട്രോവൈറസിലേക്ക് വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന റിട്രോവൈറസിലേക്ക് ഇൻസേർട്ട് ചെയ്തു. പിന്നീട് ഈ റിട്രോവൈറസ് having the functional ADA gene is introduced into the lymphocytes of the patient. Now the lymphocytes contain ADA gene. The ADA gene normal ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ADA gene ഉള്ള ലിംഫോസൈറ്റ്സ് പേഷ്യൻറ്റിലേക്ക് ഇൻജെക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റെഗുലർ ആയിട്ട് നടത്തേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ ഈ ലിംഫോസൈറ്റ്സ് നശിച്ചു പോകും. അത് മോർട്ടൽ അല്ല, ഇമ്മോർട്ടൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ദേ ആർ നോട്ട് ഇമ്മോർട്ടൽ, ദേ ആർ മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കാം, അവർക്ക് നാശം സംഭവിക്കുന്നു. സോ ലിംഫോസൈറ്റ്സിൻ്റെ ADA ജീനുള്ള ലിംഫോസൈറ്റ്സ് ഇടയിൽ പേഷ്യൻറ്റിലേക്ക് ഇൻജെക്ട് ചെയ്യേണ്ടി വരുന്നു, എൻസൈം റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമാണ്. ഇനി ഇങ്ങനെയുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ക്യൂർ കിട്ടണമെങ്കിൽ അത് എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി അഗ്രികൾച്ചർ ഫീൽഡിലും അതുപോലെ മെഡിക്കൽ ഫീൽഡിലും ഉള്ളത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാം ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഞാൻ പഠിപ്പിച്ചു തരുന്ന ഈ വോയിസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ട് നോട്ട്സും എഴുതുക. അതുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷനും കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം. താങ്ക് യു.